ഓക്കെ, കാലങ്ങളായിട്ടുള്ള പലരുടെയും സംശയമാണ് മീഡിയ ടെക്കിന്റെ ആണോ സ്നാപ്ഡ്രാഗന്റെ ആണോ ഏറ്റവും മികച്ച ചിപ്സെറ്റ് എന്നുള്ളത്. സോ ഇന്ന് ആ സംശയം ഞാൻ തീർത്തു തരാം. ഏതാണ് മികച്ച ചിപ്സെറ്റ് എന്നും നിങ്ങളുടെ ബഡ്ജറ്റിലുള്ള ഫോൺ വാങ്ങുമ്പോൾ ഏത് ചിപ്സെറ്റ് തിരഞ്ഞെടുക്കണമെന്നും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുന്നതോടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് മനസ്സിലാവും. സോ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ മീഡിയ ടെക്കിന്റെയും സ്നാപ്ഡ്രാഗന്റെ നിലവിലുള്ള ഏറ്റവും മികച്ച ടെക്നോളജിയിൽ ആരാണ് മുന്നിട്ട് നിൽക്കുന്നതെന്ന് നോക്കാം. സോ ഇപ്പൊ വന്നിട്ടുള്ള മീഡിയ ടെക്കിന്റെ 9400യും സ്നാപ്ഡ്രാഗന്റെ 8 എലൈറ്റ് എന്നുള്ളതും രണ്ടും 3 നാനോമീറ്റർ TSMC ടെക്നോളജിയിലാണ് വന്നിട്ടുള്ളത്. സോ ഈ രണ്ടെണ്ണത്തിന്റെ ഓൾമോസ്റ്റ് പവർ എഫിഷ്യൻസിയും പെർഫോമൻസും സെയിം ആണെന്ന് തന്നെ പറയാം. ഈ നാനോമീറ്റർ എന്ന് പറയുന്നത് ഇതിന്റെ ടെക്നോളജിയാണ്. 3 നാനോമീറ്റർ, 4 നാനോമീറ്റർ, 5 നാനോമീറ്റർ എന്നൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. ഈ നമ്പർ എത്രത്തോളം കുറയുന്നോ അത്രത്തോളം ഒരു പ്രോസസറിന്റെ എഫിഷ്യൻസി കൂടും. അതായത് പവർ എഫിഷ്യൻസിയും കൂടും, പവറും കൂടുന്നതായിരിക്കും. അതായത് ബാറ്ററി കൺസപ്ഷൻ സ്വതവേ കുറവായിരിക്കും, എന്നാൽ നല്ല മികച്ച പെർഫോമൻസ് നിങ്ങൾക്ക് നൽകാനും ഈ പ്രോസസറുകൾക്ക് സാധിക്കും. സോ ടെക്നോളജി വൈസ് നോക്കുകയാണെങ്കിൽ നിലവിൽ സ്നാപ്ഡ്രാഗണും മീഡിയ ടെക്കും ഓൾമോസ്റ്റ് സെയിം ആണെന്ന് തന്നെ പറയാം. എന്നിരുന്നാലും അതിലും ഒരു എഡ്ജ് കൂടുതൽ സ്നാപ്ഡ്രാഗൺ തന്നെയാണ്. ഈ ഒരു വീഡിയോ നമ്മൾ 2 വർഷം മുമ്പേ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്നാപ്ഡ്രാഗൺ മാത്രമായിരിക്കും സെലക്ട് ചെയ്യുക. കാരണം കുറച്ച് മുന്നായിട്ട് മീഡിയ ടെക്കിന്റെ പ്രോസസ്സറുകൾക്ക് ഉണ്ടായിരുന്ന മെയിൻ പ്രശ്നമായിരുന്നു ഹീറ്റിംഗ്. ഇപ്പോഴത്തെ അവരുടെ ടെക്നോളജി ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. സോ ഇപ്പോൾ വരുന്ന മീഡിയ ടെക്കിന്റെ പ്രോസസ്സർക്ക് നോർമലി ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അടുത്തായിട്ട് നമ്മൾ 5G കണക്ടിവിറ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് റേഞ്ചിൽ ഏറ്റവും കൂടുതൽ 5G എനേബിൾഡ് ആയിട്ടുള്ള ചിപ്സെറ്റ് ഇറക്കുന്നത് മീഡിയ ടെക് ആണ്. എങ്കിൽ കൂടെയും ഏറ്റവും മികച്ച 5G മോഡം ഉള്ളത് സ്നാപ്ഡ്രാഗൺ തന്നെയാണ്. 5G മോഡത്തിന്റെ പവർ കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്കുള്ള സിഗ്നൽ സ്ട്രെങ്ത് കൂടും, നെറ്റ്വർക്കിന്റെ സ്പീഡ് കൂടും, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ 5G കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഒരു എഡ്ജ് കൂടുതൽ നമ്മുടെ സ്നാപ്ഡ്രാഗൺ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. സോ അടുത്തതായിട്ട് നമുക്ക് ഈ മീഡിയ ടെക്കിന്റെയും സ്നാപ്ഡ്രാഗന്റെയും കോറുകൾ ചെക്ക് ചെയ്ത് നോക്കാം. ഈ മീഡിയ ടെക്കിന്റെ ആയാലും സ്നാപ്ഡ്രാഗന്റെ ആയാലും ചിപ്സെറ്റുകൾ പ്രത്യേകം കോറുകളായിട്ട് തിരിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ കോറുകളുടെ വേരിയേഷൻ സ്വതവേ കൂടുതൽ സ്നാപ്ഡ്രാഗൺ ആണ്. ഫോർ എക്സാമ്പിൾ, സോ ബാക്ക്ഗ്രൗണ്ട് വർക്ക് മാത്രം ചെയ്യാനായിട്ട് സ്നാപ്ഡ്രാഗൺ ഒരു പക്ഷേ ഒരു കോർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മറ്റു പല വർക്കുകൾക്ക് സെപ്പറേറ്റ് കോറുകളായിരിക്കും ഉണ്ടാവുക. ഈ ഒരു കാര്യത്തിൽ സ്നാപ്ഡ്രാഗൺ ആയിരിക്കും കോറുകൾ കൂടുതൽ ഉണ്ടാവുക. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഫോണുകളിൽ ഒരുപാട് ടാസ്കുകൾ ഒരേ സമയം ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലും ഇപ്പോൾ എഡ്ജ് കൂടുതലായിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ തന്നെയാണ്. അടുത്തതാണ് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടെക്നോളജി, AI ടെക്നോളജി. AI അൽഗോരിതങ്ങൾ ഏറ്റവും കൂടുതൽ പ്രോസസ് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ പ്രോസസ്സറാണ് ഏറ്റവും മികച്ചതെന്ന് തന്നെ പറയാൻ പറ്റും. അതിന് വെച്ച് മീഡിയ ടെക്കിൻ്റെ മോശമാണെന്നല്ല, പക്ഷേ കൂടുതലായും AI ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ മികച്ചൊരു ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൺ തന്നെയാണ്. ഈ AI ടെക്നോളജി ഇത്രയും സ്നാപ്ഡ്രാഗൺ മുന്നിട്ട് നിൽക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അതിലൊരുക്കുന്ന ഹെക്സഗൺ DSP ടെൻസർ AI ആക്സിലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ടെക്നോളജി ഉണ്ട്. അത് വെച്ചിട്ട് AI പരിപാടികൾ ഏറ്റവും കൂടുതൽ സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗന്റെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രീമിയം ലെവലിലുള്ള ഫോണുകളിലെല്ലാം തന്നെ കൂടുതലും സ്നാപ്ഡ്രാഗന്റെ ചിപ്പ് തന്നെ ഉപയോഗിച്ച് വരുന്നത്. അത് ഇപ്പോൾ വരുന്ന ഫോണുകളെല്ലാം കൂടുതലും AI ഇന്റഗ്രേറ്റഡ് വർക്കുകൾ കൂടുതൽ ചെയ്യുന്ന ഫോണുകളാണ്. പ്രത്യേകിച്ച് സാംസങ്ങിന്റെ ഒക്കെ ഫോൺ അതിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ ചിപ്പുകൾ ആവാനുള്ള കാരണം ഇത് തന്നെയാണ്. അടുത്തതാണ് ക്യാമറ പെർഫോമൻസിൽ ISP ആണ് നോക്കുക. അതായത് ഇമേജ് പ്രോസസ്സിംഗ്, ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സിംഗ്. ഈ ഒരു കാര്യത്തിലും ഏറ്റവും മികച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം സ്നാപ്ഡ്രാഗന്റെ ചിപ്സെറ്റ് തന്നെയാണ്. എന്ന് കരുതി മീഡിയ ടെക് ഒട്ടും മോശമെന്നല്ല. കൂടുതലും ഒരു മിഡ് റേഞ്ച് അല്ലെങ്കിൽ ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഫോണുകളിൽ ക്യാമറ മികച്ച പെർഫോമൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നിങ്ങൾ മീഡിയ ടെക്കിന്റെ പ്രോസസ്സർ ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നാവുക. കാരണം ബഡ്ജറ്റ് റേഞ്ചിലും മിഡ് റേഞ്ചിലും വരുന്ന ചിപ്സെറ്റുകളിലുള്ള ISP കുറച്ചുകൂടി മികച്ചതാണ്. അതായത് ഒരു 20,000 താഴെയുള്ള ഫോണുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സ്നാപ്ഡ്രാഗണെക്കാട്ടി ഫോട്ടോയ്ക്ക് പ്രോസസ്സിംഗ് കൂടുതൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് മീഡിയ ടെക്കിന്റെ ചിപ്സെറ്റുകളൊക്കെ ആയിരിക്കും. എന്നാൽ കുറച്ചുകൂടി പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫോണുകളും അല്ലെങ്കിൽ ഒരു ഹൈ എൻഡ് ഫോണുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അതിലെ ISP ഏറ്റവും മികച്ചതായിട്ട് ചെയ്യാൻ പറ്റുന്നത് സ്നാപ്ഡ്രാഗൺ തന്നെയാണ്. അതായത് ഇമേജ് പ്രോസസ്സിംഗ് വളരെ മികച്ച രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് സ്നാപ്ഡ്രാഗന്റെ ചിപ്സെറ്റുകൾക്ക് തന്നെയാണ്. സോ അവസാനമായിട്ട് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണെങ്കിൽ ഒരു മിഡ് റേഞ്ച് സെഗ്മെന്റിൽ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ നിങ്ങൾക്ക് മികച്ചൊരു ക്യാമറ ക്ലാരിറ്റിയും കൂടുതലൊക്കെ നൽകണമെന്നുണ്ടെങ്കിൽ മീഡിയ ടെക്കിന്റെ ചിപ്സെറ്റുകളായിരിക്കും കുറച്ചുകൂടി നന്നാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കുറഞ്ഞ ചെലവിൽ നല്ല പെർഫോമൻസ് നൽകാൻ കഴിയുന്ന ചിപ്സെറ്റുകളാണ് മീഡിയ ടെക്കിൻ്റെതുള്ളത്. സോ ഒരു മിഡ് റേഞ്ചിന് താഴെ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിലുള്ള ഫോണുകൾ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ മീഡിയ ടെക്കിന്റെ പ്രോസസ്സർ ചൂസ് ചെയ്താലും നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എന്ന് കരുതി സ്നാപ്ഡ്രാഗൺ മോശമാണെന്നല്ല. എന്നാൽ നിങ്ങൾ ഒരു ഗെയിമിംഗ് അല്ലെങ്കിൽ ഒരു പ്രീമിയം സെഗ്മെന്റിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾ മറ്റൊന്നും നോക്കണ്ട, സ്നാപ്ഡ്രാഗന്റെ പ്രോസസ്സറുള്ള ഫോണുകൾ തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. കാരണം അതിലുള്ള ഇമേജ് പ്രോസസ്സിങ്ങും അല്ലെങ്കിൽ ഗെയിമുമായിട്ടുള്ള കോമ്പാക്റ്റിബിലിറ്റി കൂടുതൽ വരുന്നത് സ്നാപ്ഡ്രാഗന്റെ ചിപ്സെറ്റുകൾക്കാണ്.
അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ സ്നാപ്ഡ്രാഗൺ ഒരുപാട് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളായിട്ട് കൊളാബറേഷൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ഗെയിമുകൾക്ക് നിങ്ങൾക്ക് ഈ സ്നാപ്ഡ്രാഗന്റെ ചിപ്സെറ്റ് ഉള്ള ഫോൺ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ഒപ്റ്റിമൈസേഷൻ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്മൂത്ത് ആയിട്ടും അല്ലെങ്കിൽ കൂടുതൽ FPS-ലും നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ സാധിക്കും. അതൊരു മിഡ് റേഞ്ചിന്റെ മുകളിലേക്ക് ഒരു പ്രീമിയം സെഗ്മെന്റിലുള്ള ഫോണുകളൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതലും സ്നാപ്ഡ്രാഗന്റെ ചിപ്സെറ്റ് ഉള്ള ഫോണുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. സോ നമ്മൾ ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മീഡിയ ടെക്കിന്റെ ചിപ്സെറ്റും സ്നാപ്ഡ്രാഗന്റെ ചിപ്സെറ്റും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. കൂടുതലും മീഡിയ ടെക്കിന്റെ ചിപ്സെറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നാവും എന്നാണ് പറയാനുള്ളത്. എന്നാൽ ആ ഒരു മിഡ് റേഞ്ചിന്റെ മുകളിലേക്കുള്ള ഫോണുകളാണ് അല്ലെങ്കിൽ ഒരു പ്രീമിയം സെഗ്മെന്റിലുള്ള ഫോണുകളാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ മാക്സിമം സ്നാപ്ഡ്രാഗന്റെ ചിപ്സെറ്റ് തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അത് കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസും ഗെയിമിങ്ങും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് തരുന്നതാണ്. സോ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള ചിപ്സെറ്റുകൾ ഏതൊക്കെയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണോ എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. സോ വീഡിയോ എത്രയുള്ളൂ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.